ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ അവൻ വളർന്നു വന്നപ്പോൾ അവൻ പഠിച്ച ആശയങ്ങളോടൊന്നും യോജിക്കുന്നതല്ല ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷെ മനസ്സിലാകുന്ന ആ ട്രാക്കിലേക്ക് വരാൻ നമുക്ക് ആത്മാവിന്റെ ഒരു വെളിപ്പാട് ആവശ്യമാണ്. അതായത് എനിക്കൊരു ചോദ്യമായിട്ടൊരു സഹോദരൻ ഇത് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പാപത്തിനെതിരെ എങ്ങനെയാണ് പോരാടേണ്ടത്? പാപത്തിനെതിരെ നമ്മളാണോ പോരാടുന്നത്, അതോ ദൈവം നമ്മളെ സഹായിക്കുകയാണോ, അതോ ദൈവം ചെയ്യുവാണോ? ഇത് ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. നമ്മൾ പാപത്തിനെതിരെ പോരാടുവാണോ, അതോ ദൈവം നമുക്ക് വേണ്ടി പോരാടുകയാണോ, അതോ ദൈവം നമുക്ക് വേണ്ടി ജയിക്കുകയാണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം എപ്പോഴും വലിയ പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബിബ്ലിക്കൽ തിയോളജി, അതായത് ബൈബിളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വേദശാസ്ത്രമുണ്ട്. സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്ന വേറൊന്നുണ്ട്. അത് ബൈബിളിലെ മുഴുവൻ വാക്യങ്ങളും ആകെ മൊത്തം നോക്കിയിട്ട് ദൈവം ആരാണ് എന്ന പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് ബൈബിളിലെ മുഴുവൻ ഒരു പിക്ചർ എടുക്കുന്നതിന് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത് വ്യവസ്ഥാപിത ദൈവശാസ്ത്രം. എന്നാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല. ആ അപ്രോച്ചിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഈ ബൈബിൾ എക്സിജിസിലൂടെ, കണ്ടിന്യൂസ് ബൈബിൾ എക്സിജിസിലൂടെ എന്ത് ആശയമാണ് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഫൗണ്ടേഷനാണ്. ബിബ്ലിക്കൽ തിയോളജി ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റിലേക്കാണ് ബിബ്ലിക്കൽ തിയോളജി. അതായത് ബൈബിൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്താണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചില വാക്യങ്ങൾ നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുമ്പോഴും എല്ലാം ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വിശുദ്ധീകരണത്തിലുള്ള നമ്മുടെ പങ്ക് എന്താണെന്നുള്ളതാണ്. അത് ബൈബിളിൽ മുഴുവൻ ആ ഒരു കൺസേൺ ഉണ്ട്. എന്താണ് വിശുദ്ധീകരണത്തിൽ നമ്മുടെ പങ്ക്? ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിയുമ്പം എനിക്കറിയാം ഇതൊരു മണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെയും ചില ആൾക്കാർക്ക് ഇത് കൺഫ്യൂഷനായിട്ട് നിൽക്കും. കാരണം ഇത് ആത്മാവിന് മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂവെങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, അതായത് ആത്മാവ് എനിക്ക് തന്ന പ്രകാശം അനുസരിച്ച് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ പണ്ട് റോമാലേഖനം പഠിച്ചപ്പോൾ ചെയ്തതുപോലെ ഈ 9ഉം 10ഉം അധ്യായങ്ങൾ നമ്മൾ കാണുമ്പോൾ 9ഉം 10ഉം അധ്യായങ്ങൾ, അതായത് റോമാലേഖനം 9ഉം 10ഉം, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ റോമാലേഖനത്തിൽ ചില ബോട്ടിൽ നെക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ അവസാനത്തെ ബോട്ടിൽ നെക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം പാപത്തെക്കുറിച്ചുള്ള ബന്ധം, അതായത് നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ബോട്ടിൽ നെക്കിനെ കുറിച്ച് പറഞ്ഞു. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭാഗം. പിന്നെ ഒന്ന് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാളും അരുത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അതൊരു ബോട്ടിൽ നെക്കാണ്. അതുപോലെ 7-ാം അധ്യായത്തിൽ നിന്ന് 8-ാം അധ്യായത്തിലൂടെ കിടക്കുമ്പോൾ ഈ ശരീരത്തിന് തന്നെ ആര് വിടുവിക്കും എന്ന് പറയുന്നതിനകത്തുനിന്ന് ഒരു മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഭാവത്തിന് ശേഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് റോമാലേഖനം 9ഉം 10ഉം കൂടെ ചേരുന്ന ആ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഡിസ്കഷൻ. ഈ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇപ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. പല ആൾക്കാരും വിചാരിക്കുന്ന എല്ലാ കൃപയായതുകൊണ്ട് നമ്മൾ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. അപ്പൊ കൃപ പെരുകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാണ് ലോജിക്കലി അടുത്ത സ്റ്റെപ്പ്. പാപം പെരുകിയെടുത്ത് കൃപ പെരുകിയെങ്കിൽ കൃപ പെരുകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ പല ആൾക്കാർ സാക്ഷ്യം പറയും, പണ്ട് ഞാൻ 2 കൊന്നതാണ്, ഞാൻ കത്തിയായിട്ട് ഓടിയതാണ്, ഞാൻ പണ്ട് അങ്ങനെ കള്ളു കുടിച്ച് തെങ്ങിന് മുകളിൽ കയറിയതാണ്, ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പൊ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അപ്പൊ നമ്മൾ എന്തൊരു സാക്ഷ്യമാണെന്ന് പറയുന്നുണ്ടെന്നറിയോ? കൂടുതൽ ക്ഷമിച്ച് കിട്ടിയുണ്ട്. അപ്പം പാപം പെരുകിയെടുത്ത് എന്ത് പെരുകും? കൃപ പെരുകും. അപ്പൊ കൃപ പെരുകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ചൊക്കെ പാപം ചെയ്ത് മാനസാന്തരപ്പെട്ടാൽ ആ ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വാക്യം മനസ്സിലാക്കാത്തോണ്ടത് നമ്മൾ 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2-3 വാക്യം ഒന്ന് വായിച്ചു നോക്കി. അവസാനത്തെ ഒരു 3 വാക്യം, ആ ബോട്ടിനൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ക്ലൂ അവിടെ കിടപ്പുണ്ട്. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ
ലംഘനം ചെയ്ത് പെരുകിയതാണോ? ഒരു മനുഷ്യരിൽ ലംഘനം ചെയ്ത് പെരുകിയതാണോ, അതോ ന്യായപ്രമാണം വന്നപ്പോൾ പെരുകിയതാണോ? വായിച്ചിട്ട് എന്താ മനസ്സിലാകുന്നത്? ഒരു മനുഷ്യൻ ചെയ്ത് ലംഘനം പെരുകുമ്പോഴല്ല കൃപ വ്യാപരിക്കുന്നത്. പിന്നെ എപ്പോഴാണ്? ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വരുമ്പോഴാണ് കൃപ വ്യാപരിക്കുന്നത്. അതെങ്ങനെയാണ്? എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. ഓക്കെ. അപ്പോ എങ്ങനെ ലംഘനം പെരുകിയത്? ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നതുകൊണ്ട് അല്ലേ? അപ്പൊ ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ലംഘനം പെരുകുമായിരുന്നോ? ലംഘനമേ ഇല്ലായിരുന്നു. അതായത് നമ്മൾ മഹാ തല്ലിപ്പൊളി സ്വഭാവമാണെങ്കിലും ഇതൊന്നും കണക്ക് കൂട്ടുന്നില്ലായിരുന്നു. ന്യായപ്രമാണം വന്നപ്പോഴേ കണക്ക് കൂട്ടിയത്. അതുവരെ ഇത് ലംഘനമല്ല. നിങ്ങളുടെ കുഞ്ഞു കൊച്ചിനെ നോക്കിയാൽ കുഞ്ഞു കൊച്ച് എന്തെല്ലാമാ കാണിക്കുന്നത്. പക്ഷെ അതിന് പ്രമാണം ഇല്ലാത്തതുകൊണ്ട് ലംഘനം പെരുകുന്നില്ല, ലംഘനം ഇല്ല. എന്ത് നല്ല കൊച്ചാന്ന് നമ്മൾ പറയുന്നത്. അവൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ മുഴുവൻ ലംഘനങ്ങളാ, പാപങ്ങൾ അല്ലേ? എന്ന് ആലോചിക്കും. പക്ഷെ എന്തുകൊണ്ടാ പാപം ഇല്ലാത്തത്? പാപം ഇല്ലാത്തത് ന്യായപ്രമാണം ഇല്ലാത്തതുകൊണ്ടാ. ഈ പ്രമാണം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലംഘനങ്ങളുടെ ബഹളമായിരിക്കും. അവൻ എഴുന്നേൽക്കുന്ന തൊട്ട് ഇരിക്കുന്നവർ ഫുൾ ലംഘനങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ചെയ്ത പെരുകുന്നതല്ല. ഈ പ്രമാണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രമാണം നമ്മുടെ ലംഘനങ്ങളെ വെളിപ്പാടിനാൽ പെരുക്കുകയാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം എന്താന്ന്? പ്രമാണം ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് 4, 3, 7 പാപം നമ്മൾ ആകെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ പ്രമാണം ശരിക്കും വ്യാഖ്യാനിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് പാവമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ന്യായപ്രമാണം ശരിക്കും നമ്മുടെ പാവബോധം വരുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. അങ്ങനെ പാപം പെരുകുന്ന, അല്ലാതെ പാപം ചെയ്ത് പെരുകുന്നതല്ല അവിടെ പറഞ്ഞേക്കുന്നതാണോ? അപ്പൊ ഞാനൊരു പാപിയാണേ എന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? പാപം ചെയ്ത് മനസ്സന്തരപ്പെടുന്ന കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അതിശക്തമായ ദൈവത്തിന്റെ ന്യായപ്രമാണം വെച്ച് നമ്മൾ കണ്ടുപിടിക്കുവാണ് നമ്മൾ പാപികളാണ്. ന്യായപ്രമാണം ശരിക്കും മനസ്സിലായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പോക്കാണ്. പാപം പെരുകിയോ? പാപം പെരുകി. എങ്ങനെയാ പാപം പെരുകുന്നത്? നേരത്തെ ഞാൻ എങ്ങനെ നോക്കിയാൽ 1, 2 പാപം, ഇന്നിട്ട് ഒരാളുടെ പിണങ്ങിയിരുന്നത്, അല്ലെങ്കിൽ ആരുടെയും വഴക്കുണ്ടാക്കിയത്, ഒച്ചത്തിൽ സംസാരിച്ചത്, ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ. പക്ഷെ പ്രമാണം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും, പാപം വല്ലാതെ പെരുകിയിരിക്കുന്നു. ആരായി പാപത്തെ പെരുക്കിയത്? ഇനി നിങ്ങൾ നോക്കിയ ഈ ആദമിന്റെ ഹവ്വയുടെയും പിള്ളേരൊക്കെ ഉണ്ടായ കാലത്തൊന്നും ഒരു ന്യായപ്രമാണവും ഇല്ലായിരുന്നു. അന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിച്ചു, മൃഗങ്ങളെ പോലെ ജീവിച്ചു. ഒരു പ്രമാണം ഇല്ലായിരുന്നു. അതിനിടയിൽ യാഗം അർപ്പിച്ച വിശുദ്ധന്മാരുണ്ടായിരുന്നു കേട്ടോ. ദൈവത്തിന് ഏത് ഇരുട്ടിനകത്തും അവന്റെ വിശുദ്ധന്മാരുണ്ട്. അപ്പോൾ അത്രയും പ്രാകൃതമായൊരു വർഗം പ്രമാണമില്ലാതെ ജീവിച്ചിരുന്നു. എന്നാൽ പതുക്കെ ദൈവത്തിന്റെ ഹിതം അവൻ ഈ പ്രമാണങ്ങളുടെ വെളിപ്പെടുത്തി വന്നപ്പോഴേക്കും മനുഷ്യനൊരു കാര്യം മനസ്സിലായി, പാപം വല്ലാതെ പെരുകിയിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബ്രോക്കൺനെസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഞാൻ ഒന്നുമല്ല എൻ്റെ കർത്താവേ എന്നുള്ള ഒരു നിലവിളി ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ ടെക്നോളജിക്കലി അങ്ങനെ പറയാല്ലേ, ടെക്നിക്കലി ഞാൻ ഒന്നുമല്ല ബ്രദറെ, ഞാൻ വെറുതെ ഒന്നുമില്ല, ഞാൻ വെറും നിസ്സാരനാന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ശരിക്കും അങ്ങനെ തോന്നിയിട്ട് പറഞ്ഞാണോ, അതോ എല്ലാവരും പറയുന്നോണ്ട് പറഞ്ഞാണോ? ഈ വചനം നമ്മളെ വളരെ ആഴമായിട്ട് കുറ്റം വിധിക്കണം. പാപം വല്ലാതെ പെരുകണം. എങ്ങനെ പെരുകണം? ചെയ്ത് പെരുകരുത്, വെളിപ്പാടിൽ പെരുകണം. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കൈവയ്ക്കാൻ. കൈവയ്ക്കാൻ ഞാൻ ഉടനെ ഒരു എക്സാമ്പിൾ പറയും. ആരും കൈവക്കിയില്ല? ഓക്കെ, എന്നാലൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാം ഈ പെരുകുന്ന എങ്ങനെയാണ്.
ഇപ്പൊ എനിക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ പിള്ളേരെ വളർത്തിയ കാര്യം. പക്ഷെ പ്രമാണം ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി വളർത്തിയതിനകത്ത് വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. ദൈവത്തിന്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെല്ലാം തോറ്റു തുന്നം പാടിയിരിക്കുക എന്നുള്ള കാര്യം എപ്പോഴാണ് മനസ്സിലായത്? ഈ പ്രമാണം വന്നപ്പോഴാണ്. പ്രമാണം വരുന്നവരെ ഞാൻ രാജാവായിരുന്നു. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അങ്ങനെ പെരുകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്ന? കൃപ. അപ്പൊ തകർന്ന ഹൃദയം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ കർത്താവിന്റെ കൃപ നമ്മളെ പൊതിയുക. കാരണം ഈ പാപം പെരുകിയിട്ട് നമുക്ക് ദൈവത്തിന് മുമ്പിലോട്ട് നിന്ന് നിലവിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എല്ലാ വിശ്വാസിയും ഒരിക്കലെങ്കിലും വരണം. അങ്ങനെ വരാതിരിക്കരുത്. വി നീഡ് ടു കൺഫ്രണ്ട് ഗോഡ് ഇൻ ദാറ്റ് സിൻഫുൾ കണ്ടീഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ആംഗ്രി ഗോഡ് ഈസ് ആൻഡ് ഹൗ ഫോർഗിവിംഗ് ഹി ഈസ്. ഇത് രണ്ടും നമുക്ക് മനസ്സിലാവണം. അപ്പൊ നമ്മുടെ പാപം കഠിനമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടണം. നമുക്ക് മറ്റുള്ളവരുടെ പാപങ്ങൾ ഭയങ്കര സ്പീഡിൽ വെളിപ്പെടുന്നുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ പാപങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പിടികിട്ടുന്നുണ്ട്. എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾ കണ്ടുപിടിക്കുന്നറിയാം. എന്നാൽ നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുക എന്ന് മാത്രമല്ല, ഈ പാപം ചെയ്യാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണ് ഞാനെന്നും എന്നെ രക്ഷിക്കണമെങ്കിൽ കർത്താവ് ഒന്നും മരിക്കേണ്ട അവസ്ഥയാണെന്നും എനിക്ക് മനസ്സിലാവണം. വി കനോട്ട് സേവ് അവർ സോൾസ്. വി കനോട്ട് സേവ് അവർ സോൾസ് എന്ന് എൻ്റെ ഹൃദയം മനസ്സിലാക്കണം. ഐ എം ദാറ്റ് സിൻഫുൾ, ഐ കനോട്ട് സേവ് മൈസെൽഫ്. ഇത് സുവിശേഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെനറ്റാണ്. ഹ്യൂമൻ ബീങ്സ് ആർ ഇൻകേപ്പബിൾ ഓഫ് സേവിങ് ദംസെൽസ്. ഓക്കെ. അപ്പോൾ കൃപ അവിടെയാ പെരുകിയത്. എവിടെയാ? സക്കായിയുടെ അടുത്താണ് കൃപ പെരുകിയത്. ചുങ്കക്കാരന്റെ നിലവിളിയിലാണ് കൃപ പെരുകിയത്. ചുങ്കക്കാരന്റെ പാപം വല്ലാതെ പെരുകി. എന്തുകൊണ്ട് പെരുകി? അവൻ വന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്നപ്പോൾ, നിലവിളിച്ചപ്പോൾ. ഒരു 2 ദിവസം മുമ്പ് അവൻ പാപം പെരുകിയിട്ടില്ലായിരുന്നു. അവൻ നോക്കുമ്പോൾ സീസറിന് വേണ്ടി ടാക്സ് പിരിക്കുന്നു, നല്ല കളക്ടർ ഉദ്യോഗം, കളക്ടർ ഉദ്യോഗം ചെയ്യുന്നു. എല്ലാവരും കൈക്കൂലി വാങ്ങിക്കുന്നു, ഞാനും വാങ്ങിക്കുന്നു. ആ തെറ്റാണ്, അല്ലെങ്കിൽ കൂടുതൽ പിരിക്കും, തെറ്റാണ്, ദൈവം ക്ഷമിച്ചോളൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ പരീക്ഷൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറയുന്ന ചുങ്കക്കാരനുണ്ടല്ലോ, ദൈവത്തെ നോക്കിയിട്ട് ഒറ്റ കരച്ചിലാണ്. കരഞ്ഞിട്ട് പറയുന്നത്, പാവിയാണ് ഞാൻ, എന്നോട് കരുണ തോന്നണമേ, എനിക്ക് ഒന്നും ഒരു മെറിറ്റും ഇല്ല. ആ ക്രൈസിസിലേക്ക് വരുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ പുത്രത്വം അനുഭവിക്കാൻ പറ്റുള്ളൂ, കൃപ അനുഭവിക്കാൻ പറ്റുള്ളൂ. പാപം പെരുകിയിട്ടില്ലെങ്കിൽ കൃപ വന്നിട്ടില്ല. അപ്പോൾ ഇത് മാത്രം ആരെങ്കിലും ഫേസ്ബുക്കിൽ ഇട്ടാൽ എൻ്റെ കഥ തീർന്നു. പാപം പെരുകിയിട്ടില്ലെങ്കിൽ കൃപ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു കൊട്ടേഷൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഹൈപ്പർ ഗ്രേസുകാരനായി. ഈ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അവരിൽ കൃപ പെരുകുന്നുണ്ടോ? അവനിൽ അവൻ തന്നെയാ പെരുകുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണെന്നുള്ള കാര്യം. അപ്പൊ പാപം പെരുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്താണ്. അതായത് നമ്മൾ ചെയ്തതെല്ലാം പാപമായിട്ട് വരുവോ, നമ്മൾ ചെയ്ത ഒന്നും കർത്താവിന് തൃപ്തിയല്ലാതെ വരുക. അപ്പൊ ഞാൻ നോക്കുമ്പം ഫുൾ പോക്ക. ഈ ഫുൾ പോക്കാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നെങ്കിൽ മാത്രമേ സകലത്തിലും രക്ഷകനെ ആശ്രയിക്കാൻ ഉള്ള ഒരു നിസ്സഹായാവസ്ഥ നമുക്ക് തോന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ തന്നെ നന്നാകാനുള്ള പരിശ്രമം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്നോടൊരു സഹോദരൻ പറഞ്ഞാണ്, ആ സഹോദരൻ മരിച്ചുപോയി, അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, നമ്മൾ ഇത് ആരോടും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അവര് പരിശ്രമിച്ച് തോറ്റു 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 മടുത്തേ പഠിക്കുള്ളൂ. മനസ്സിലായ? തോറ്റു മടുത്ത മനുഷ്യൻ പഠിക്കുന്നത്, ഞാൻ വിചാരിച്ച ജയിക്കൂല എന്ന്. അതിനൊക്കെ ജഡം പറഞ്ഞു കൊടുക്കും, ഈ പ്രാവശ്യം നീ ഒന്നും കൂടെ ഒരു ഉപവാസം എടുത്തിട്ട് ട്രൈ ചെയ്യും, ഈ പ്രാവശ്യം നിന്റെ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടും. ഉപവാസം എടുത്തൊരു 5-6 ദിവസം രക്ഷപ്പെട്ട് നിൽക്കും, പിന്നെയും തലയും കുത്തി അവിടെ തന്നെ പോയി. മനസ്സിലായോ?
അപ്പൊ നമ്മൾ ബ്രോക്കൺ ആയെങ്കിൽ മാത്രമേ നമ്മുടെ സെൽഫ് എഫേർട്ട് മാറിയിട്ട് സ്വയം നന്നാകാൻ വേണ്ടി പാടുപെടുന്ന മാറിയിട്ട് കർത്താവെ നീ എന്നെ നന്നാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നെ പണിതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും, കർത്താവെ എന്നെ രക്ഷിക്കണേ എന്നുള്ള ചുങ്കക്കാരന്റെ നിലവിളി. അവിടെ അവന് സെൽഫിൽ ഒന്നുമില്ല. ആകെയുള്ളൊരു പ്രതീക്ഷ അവൻ കർത്താവ് എന്തെങ്കിലും കരുണ കാണിക്കുമെന്ന് മാത്രമാണ്. കരുണ ആരോടാ കാണിക്കുന്നത്? പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ സുവിശേഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു ഘടകമാണ്. ഒരു മനുഷ്യന്റെ സുവിശേഷം പറയുമ്പോൾ ആൾക്ക് അഗാധമായ പാപബോധം ഉണ്ടാകണം. ദൈവത്തിന്റെ കൽപ്പന നിസ്സഹായാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. ആ നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് ഞാൻ രക്ഷയ്ക്കായിട്ട് നിലവിളിക്കേണ്ടത്. ആ നിസ്സഹായാവസ്ഥ എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ തന്നെത്താൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയുള്ളൂ, രക്ഷകനെ അന്വേഷിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ രോഗികൾക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാത്തവർക്ക് വൈദ്യനെ ആവശ്യമില്ല. നിങ്ങൾക്ക് രോഗിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വൈദ്യന്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ പെന്തക്കോസ്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൽപ്രവൃത്തികളാൽ ഉളവാകുന്ന ഒരു സ്വയനീതി. കാരണം ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ എലക്ഷൻ അത് ഇത് അടി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് നല്ല സൽപ്രവൃത്തിക്കാർ വരും. ചുറ്റും നോക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നവര്, അധികാരത്തിന് വേണ്ടി ജീവിക്കുന്നവര്, ആളുകളെ ലോകസംബന്ധമായി നിയന്ത്രിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവർ പെരുകുമ്പം, മ്ലേച്ഛത പെരുകുമ്പം കുറെ ആൾക്കാർ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ പോരാ, നമ്മൾ നല്ലത് പ്രവർത്തിക്കണം, നല്ല സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം എഫേർട്ടിനാൽ നീതിമാന്മാരാവാൻ ശ്രമിക്കുന്ന ഒരു സംഘം ഉണ്ടായി വരും. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരു തിസീസിന് ഒരു ആന്റി തിസീസ് ഉണ്ട്. സന്മാർഗം വഷളായി വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഈ മതസംഘടനകളെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടം അല്ലെ, എല്ലാ മതസംഘടനകളും. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊന്നും ഈ മതം ആരും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ കോളേജ് പഠിക്കുമ്പോഴൊന്നും മതം എന്നൊരു വിഷയമില്ല. ഇന്ന് ജാതി മതം എല്ലാം നമ്മുടെ പിള്ളേര്, നമ്മളെക്കാളും ബോധമാണ് പിള്ളേർക്ക് ജാതി മതം. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇന്ന് നിരീശ്വരവാദത്തിന്റെ പൊടി പോലും ഇല്ല. ഇതൊരു റിയാക്ഷനാണ്. ഒരു കാലത്ത് മനുഷ്യൻ നിരീശ്വരവാദം പറഞ്ഞു നടന്നതിന്റെ ഇപ്പൊ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്തോ ഒരു ആന്റിതിസിസ്, തിരിച്ച് മതത്തിലേക്ക്, ആചാരങ്ങളിലേക്ക് പോകുന്ന അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ കമന്ററി, നമ്മുടെ സമൂഹത്തിൽ എന്താ നടക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യവസ്ഥ വളരെ വഷളാകുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ വളരെ വഷളാകുമ്പോൾ കുറെ ആൾക്കാർ നല്ലവരായിട്ട് വരും. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അഴിമതി ചെയ്യുമ്പോൾ ചില പാർട്ടികൾ വന്നിട്ട് പറയും അഴിമതി ഇല്ലാത്ത പാർട്ടി, ഒരു റിയാക്ഷനാണ്. അതുപോലെ പാസ്റ്റർമാരെല്ലാം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കി വീട് പണിത് ലക്ഷറി അടിച്ച് വലിയ ഭയങ്കര ബെൻസിലൊക്കെ നടക്കുമ്പോൾ കുറെ പേര് പറയും ഇതൊക്കെ തെറ്റാണ്, നമ്മൾ ഇതൊന്നും ഇല്ലാതെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു കൗണ്ടർ ഫോഴ്സ്, ഒരു കൗണ്ടർ റിയാക്ഷൻ എല്ലായിടത്തും, ഒരു റിയാക്ഷൻ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകും. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് മിക്കവാറും റിയാക്ഷൻസ് എല്ലാം സെൽഫ് എഫേർട്സ് ആയിരിക്കും, നമ്മുടെ സ്വയ എഫേർട്ടുകളായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സമൂഹത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നവർ എങ്ങോട്ടാ എത്തുന്നേ? അവനവനിലേക്ക് എത്തുന്നേ. അവരേത് പ്രിമൈസിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന്, അവരൊന്നും ശരിയല്ല, ഞങ്ങളാണ് ശരി, ഞങ്ങളെ പോലെ നിങ്ങളും ആകണം, എങ്കിലേ പെന്തക്കോസ്ത് രക്ഷപ്പെടും. കേട്ടിട്ടുണ്ടോ ഇത്? നിങ്ങൾ തലയാട്ടുന്ന പോലും ഇല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലെ? രണ്ട് ഫോഴ്സുകൾ മനസ്സിലായോ? ഒന്ന് വ്യാജ ഫോഴ്സാ, അതായത് ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ, ജഡത്തിന്റെ മാലിന്യങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന, ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന, ദൈവത്തെ മൈൻഡ് ചെയ്യാത്ത ഒരു ജനറേഷൻ. അതൊരു സൈഡ്, ത്രാസിന്റെ ഒരു തട്ടി. മറുതട്ടിയിലേക്ക് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രവൃത്തികളിലേക്ക്, സൽപ്രവൃത്തികളിലേക്ക്, മനുഷ്യന്റെ പ്രവൃത്തികളിലേക്ക് നയിക്കുന്ന അടുത്ത തട്ട്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു ഇത്ര മനസ്സിലായോ?
ഒരാൾ മറ്റേ ആളെ ചീത്ത പറയും. ആ പ്രവൃത്തികളുടെ തട്ടിൽ ഇരിക്കുന്ന ഒരു ചീത്ത പറയുമ്പോൾ എങ്ങനെ ചീത്ത പറയുന്നത്? പരീശന്മാരും ശാസ്ത്രിമാരെല്ലാം കൂടെ ചുങ്കക്കാരെ ചീത്ത പറഞ്ഞ പോലെ. അത് നിങ്ങളിൽ നിന്ന് നന്നാവും. അതാണ് എൻ്റെ വിഷയം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് നന്നാവുന്നതല്ല, നിങ്ങൾ എന്ന് നന്നാവുന്നതാണ്. പെന്തക്കോസ്ത് നന്നാവണം. അത് ഞാൻ ഓൾറെഡി കുറച്ചൊക്കെ നല്ലവനാണല്ലോ. അപ്പൊ നമ്മൾ ചുറ്റും നിൽക്കുന്നവരെല്ലാം നമുക്ക് പാപികളായിട്ട് തോന്നും. അതിനർത്ഥം എന്താണെന്നറിയോ? അവന്റെ പാപം പെരുകിയിട്ടുണ്ട്, നമ്മുടെ പാപം പെരുകിയിട്ടില്ല. അവന്റെ പാപം ചെയ്ത് അവൻ പെരുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ന്യായപ്രമാണത്തിന്റെ മുമ്പിലേക്ക്, ആ കർത്താവിന്റെ ആത്മീക പ്രമാണത്തിലേക്ക് വന്നില്ല. ആത്മീക പ്രമാണത്തിലേക്ക് വന്നാൽ നമ്മൾ പൊടിഞ്ഞു പോകും. നമ്മൾ അവനേക്കാളും പാപിയാ ഞാനെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നിമിഷം നമ്മുടെ പാപങ്ങളുടെ ശരിയായ ഒരു പിക്ചർ, ദൈവം എങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്നുള്ളൊരു ശരിയായ ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ, സഹോദരങ്ങളെ, നമ്മൾ മുട്ടിൽ നിന്ന് അലറി വിളിക്കും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന പിക്ചർ. ബൈബിൾ മുഴുവൻ അങ്ങനെയാ. ബൈബിൾ അനേകം സ്റ്റോറീസ് നമ്മൾ കാണുന്നത് ദൈവത്തെ കൺഫ്രണ്ട് ചെയ്യുന്ന മനുഷ്യൻ. എല്ലായിടത്തും ഒരു കാര്യം മനസ്സിലായി, ഞാൻ പാപിയാണ്, എനിക്ക് കരുണ നിന്റെ അടുക്കൽ നിന്ന് ലഭിക്കാതെ രക്ഷയില്ല. അപ്പോൾ ദൈവത്തെ അഭിമുഖീകരിക്കുന്ന, ദൈവത്തെ കാണുന്ന ഓരോരുത്തരും, യെശയ്യാവായാലും നമുക്കറിയാം, യെശയ്യാവ് എല്ലാം. അപ്പോൾ യെശയ്യാവിന് ഇത് ഒരു നല്ല എക്സാമ്പിളായി പാപം പെരുകുന്നതിന്. യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായങ്ങളിൽ എല്ലാവരും നല്ല കുറ്റം പറയുമായിരുന്നു. അപ്പൊ ആരുടെ പാപം പെരുകിയേക്കുന്നത്? ഈ ജനങ്ങളുടെ. യോന ചെന്ന് നിനവയിൽ സംസാരിക്കുമ്പം ആരുടെ പാപമാ പെരുകിയത്? നിനവേക്കാരുടെ. യോനയുടെ പാപം പെരുകിയോ? ഇല്ല, കാരണം അവൻ നീതിമാനാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഓക്കെ. യെശയ്യാവ് 5-ാം അധ്യായം വരെ ദൈവത്തെ കണ്ടിട്ടില്ല. അവൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാം പാപം പെരുകിയതായിട്ടാണ് അവൻ കാണുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിൽ അവൻ ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ നീതി, വിശുദ്ധി, അവിടെ വിശുദ്ധിയാണ്, ദൈവത്തിന്റെ വിശുദ്ധിയുമായിട്ട് ഫേസ് ടു ഫേസ് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അവരും ഞാനും ഒക്കെ കണക്കാണ്. അവിടെ ഈ യെശയ്യാവിന്റെ പാപം എങ്ങനെ പെരുകിയത്? യെശയ്യാവ് പോയി വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങിയോ? ഇല്ല. യെശയ്യാവ് മറ്റു ആൾക്കാരെ പോലെ ക്രമം കെട്ട് നടന്നോ? ഇല്ല. പിന്നെ യെശയ്യാവിന്റെ പാപം എങ്ങനെ പെരുകിയത്? ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവത്തെ കണ്ടു, അത്രേ ഉള്ളൂ, ഇനഫ്. ഞാൻ എത്ര നിസ്സാരനാണെന്നും എന്തുമാത്രം പാപം എൻ്റെ ഉള്ളിലുള്ളതെന്നും എനിക്ക് ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലാവുക. ഇതാണ് ഈ പാപം ന്യായപ്രമാണത്താൽ പെരുകുന്നു എന്ന് പറയുന്നത്. പ്രമാണം എന്തിനു വേണ്ടിയാ? നമ്മൾ എന്തുമാത്രം പാപികളാണെന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയാ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ അഹങ്കരിച്ചാൽ അതൊരു സ്വയനീതി, അതിന് കൗണ്ടർ ഫോഴ്സ്. നമ്മൾ 7-ാം അധ്യായം പറഞ്ഞപ്പം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്താണ് കൗണ്ടർ ഫോഴ്സ്? ഞാൻ ഒരു ദിവസം കോഴിക്കോട് പോയി ഒരു പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർ ഷെയ്ക്ക് ഹാൻഡ് ആയിട്ട് വന്നു. ഷെയ്ക്ക് ഹാൻഡിന്റെ കാര്യം അറിയില്ല, അതിനകത്തൊരു കവർ കാണും. ഞാൻ ഈ കവർ റിഫ്യൂസ് ചെയ്തു, വേണ്ടാന്ന് പറഞ്ഞു. അത് ആ സമയത്ത് ദൈവാത്മാവ് എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നു, വേണ്ട, മേടിക്കണ്ട. അപ്പൊ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഞാൻ പോയിട്ട് പെട്രോളിന്റെ ക്യാഷ് അവർ തന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോരാൻ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ആരായി? എൻ്റെ മനസ്സിൽ ഞാൻ ആരായി? ഞാൻ നീതിമാനായല്ലേ? അതിലും ഭേദ പൈസ മേടിച്ചുകൊണ്ട് വരുന്നതായിരുന്നല്ലേ? ഇനി എന്നെ എങ്ങനെ മാനസാന്തരപ്പെടുത്തും? കാരണം ഞാനൊരു വലിയ സ്ഥലപ്രവൃത്തി, എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി പ്രസംഗിച്ചിട്ട് പൈസ മേടിക്കാതെ തിരിച്ചു വന്നു, തന്നെ ഡ്രൈവ് ചെയ്ത്, എഫേർട്ട്, പെട്രോൾ.
ടൈം. തിരിച്ചു വന്നപ്പോൾ അവർ പൈസ ഒത്തിരി നിർബന്ധിച്ച് ഞാൻ നോ എന്ന് പറഞ്ഞു. നോ എന്ന് പറയാൻ പല കാരണങ്ങളുണ്ടായിരുന്നു, എല്ലാം നല്ല കാരണങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ എന്നോടൊരു കൺഗ്രാജുലേഷൻ തോന്നി. കൊള്ളാം മോനെ, നീയാണ്. എന്റെ പാപം പെരുകിയില്ല. ഇതെനിക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളിൽ കൗണ്ടർ ഫോഴ്സ് വർക്ക് ചെയ്യുന്നു. ഞാൻ ആ പൈസയോട് നോ പറഞ്ഞത് ഒരു നീതിപ്രവൃത്തിയായിട്ട് എൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങും, അടുത്ത ലെവല്, ഇവിടേക്ക് ഓരോ പാസ്റ്റർമാരും മരണ വീട്ടിൽ പോയാൽ തന്നെ പൈസ ഉണ്ട്. അപ്പൊ തുടങ്ങി എൻ്റെ ഉള്ളിൽ എന്ത് വർക്ക് ചെയ്ത് തുടങ്ങി, എൻ്റെ നീതി വേറൊരുത്തനെ വെട്ടാൻ തക്കവണ്ണം വളർന്നു തുടങ്ങി. ഇതുകൊണ്ടാണ് പ്രവൃത്തിയാലൊന്നും നീതി വരില്ല എന്ന് പറഞ്ഞത്. ചുമ്മാ പറഞ്ഞല്ല. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും നീതി വരികയില്ല, സ്വയനീതി വരുള്ളൂ. പ്രവർത്തിച്ച് നോക്കി, നിങ്ങളൊരു കാര്യം പ്രവർത്തിച്ച് നോക്കി, ട്രാക്ട് കൊടുക്കാൻ റോഡിലിറങ്ങി നിന്നാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരും. കുറെ അവമാനമുണ്ട് നമ്മുടെ ചർച്ചയിൽ. ഒരു ട്രാക്ട് കൊടുക്കാൻ വേണ്ടി ഒരു പിള്ളേർ പോലും വരാനില്ല, അതിന് ഞാൻ പോണം എന്നെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. ഐ ആം ഗോൺ. ഞാൻ നിങ്ങളെ കുരിക്കോ? ഇനി പൈസ കൊടുക്കുന്നവര്, ദാനം ചെയ്യുന്നവര്, ഇവരെല്ലാം എന്തായി മാറുക? മാനസാന്തരം ആവശ്യമില്ലാത്ത പരീക്ഷനെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുക ഈ ഹ്യൂമൻ എഫേർട്ട്. എന്നിട്ട് പറയാ, പ്രവർത്തിക്കും ബ്രദറെ, പ്രവർത്തിക്കും ബ്രദറെ. പ്രവർത്തിച്ച് എല്ലാം ഇങ്ങനെ അവനവന്റെ പ്രവൃത്തികളുടെ അടിമയായിട്ട് മാറും. എന്നിട്ട് കുറച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നവനെ നമ്മൾ ഹീറോ ആയിട്ട് വാഴ്ത്തുകയും ചെയ്യും. എനിക്ക് ഏകദേശം പിടിയിട്ട് നിന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഭാഷയുടെ കുഴപ്പമാണ്, ശരിക്കും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്തത്. പൗലോസ് വല്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർക്കുമായിരുന്നു, മൈക്ക് അങ്ങോട്ട് കൊടുക്കായിരുന്നു. അങ്ങനെ അപ്പോൾ ഓരോ സൽപ്രവൃത്തികളും ചെയ്യുമ്പം ഈ ജഡത്തിൽ നിന്നാണത് വരുന്നതെങ്കിൽ ദൈവം പ്രസാദിക്കുന്നില്ലാത്തതിൻ്റെ കാരണം നമ്മളെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് പറ്റാത്തൊരവസ്ഥയിലേക്ക്, മാനസാന്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പറ്റുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരുടെ പാപങ്ങളെ മെഡിറ്റേറ്റ് ചെയ്ത് അവനൊക്കെ നടക്കുന്ന കണ്ടില്ലേ എന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾ തൂത്തുകളഞ്ഞത് പോകില്ല. അപ്പൊ ദുഷ്പ്രവൃത്തികൾ ഡേഞ്ചറസ് ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ ജഡത്തിൽ ചെയ്യുന്ന സൽപ്രവൃത്തികളും ഡേഞ്ചറസ് ആണ്. ഒന്ന്, നമ്മളെ വഷളന്മാരാക്കി മാറ്റുന്നു, അത് നമുക്കറിയാം, നിയമലംഘകരാക്കി മാറ്റുന്നു. മറ്റൊന്ന്, നമ്മളെ മാനസാന്തരപ്പെടാൻ പറ്റാത്തവരാക്കി മാറ്റുന്നു. ഇന്ന് നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലും നിങ്ങൾ എവിടെയെങ്കിലുള്ള മലയാളി പെന്തക്കോസ് സമൂഹം, മലയാളി പെന്തക്കോസ് നമുക്ക് പെട്ടെന്ന് കാണാൻ മനസ്സിലാകത്തുള്ളൂ. ഏതെങ്കിലും പാസ്റ്റർമാർ മാനസാന്തരപ്പെട്ടു വരുന്ന കാണുന്നുണ്ടോ? ഓൾറെഡി മാനസാന്തരപ്പെട്ട പാസ്റ്റർമാരൊക്കെ, ഈ മാനസാന്തരപ്പെടാത്ത ഇഷ്ടംപോലെ പാസ്റ്റർമാർ, ഇവരാരെങ്കിലും മാനസാന്തരപ്പെട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? ഭയങ്കര പാടാ. വിശ്വാസികൾക്കും പാടാ, പാസ്റ്റർമാർക്കും പാടാ. കാരണം അവർ ഒത്തിരി പ്രവൃത്തികൾ ചെയ്ത് മാനസാന്തരപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഏത് സമയത്തും ദൈവത്തിന്റെ അടുത്ത്, കർത്താവിന്റെ അടുത്ത് ദരിദ്രനായി പാപം പെരുകിയവനായി കാണപ്പെടുന്നു. പാപം പെരുകിയവനായി കാണപ്പെടുന്നു ചെയ്യുന്നത് കൊണ്ടല്ല, ന്യായപ്രമാണം അവനെ ശക്തമായി വിധിക്കാൻ അവൻ അനുവദിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ ചിന്തകളെയും ന്യായപ്രമാണം വിവേചിക്കുമെങ്കിൽ ഞാനിവിടെ പാപിയായിട്ട് മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇതാണ് 5-ാം അധ്യായത്തിന്റെ ലിങ്ക് എന്ന് പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ അവസാനം 6-ാം അധ്യായം തുടങ്ങുന്നു. അതുകൊണ്ട് കൃപ ലഭിക്കേണ്ടതിന് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ചെയ്യുക എന്നുള്ളതുമല്ല. കൃപ പെരുകേണ്ടതിന് നമ്മൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് അവന്റെ കൃപയാൽ നമ്മുടെ പാപത്തിന്റെ ആഴങ്ങളെ കണ്ട് എന്തുമാത്രം അത് പെരുകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതായത് ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു രാവിലെ.
ഇവിടെ ഈ ചെവിയുടെ ഫ്രണ്ടിലുള്ള പരോട്ടിഡ് ഗ്ലാൻഡിന്റെ മുകളിൽ നിന്ന് ഒരു സ്വെല്ലിങ് എടുത്തു മാറ്റിയിട്ട് അവർ ബയോപ്സിക്ക് അയക്കും. അപ്പോ നമ്മൾ പെരിഫറലി നോക്കുമ്പം അതൊരു ഒരു ചെറിയൊരു ഒരു കുരു. ഓക്കെ, അപ്പൊ നമ്മൾ നിസ്സഹായരൊന്നുമല്ല. അതെടുത്ത് നോക്കി, ആ സാരമില്ല, കട്ട് ചെയ്ത് കളഞ്ഞു, ഓക്കെ ഫൈൻ, നിസ്സഹായരല്ല. എന്നാൽ അത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഞാൻ ഹെൽപ്ലെസ് ആകുന്നത്. അതുപോലെ തന്നെയാണ് പാപം. സാധാരണ പാപം ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ അറിയാം, ഇന്നോടെ ചെയ്തു പോയി പോട്ടെ, ഇനി മേലെ ഞാനിത് ചെയ്യൂല. അങ്ങനെ നമുക്കൊരു കൺട്രോളും ഗ്രിപ്പും അതിനകത്തുണ്ട്. ശരിയാണോ? ഉദാഹരണത്തിന് ഞാൻ ഒരാളോട് വർത്തമാനം പറയുന്നില്ല എൻ്റെ കുടുംബത്തിലെന്ന് വിചാരിച്ചോ. എൻ്റെ കുടുംബത്തിൽ ഒരാളോട് ഞാൻ വർത്തമാനം പറയുന്നില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എനിക്കതിന് യുക്തമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് മിണ്ടിയാ ശരിയാവൂല, ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ ഒരാൾ ഒരു ഉപദേശം പറയാണ്, മിണ്ടാതിരുന്ന കർത്തൃമേശ എടുക്കാൻ പറ്റത്തില്ല, എല്ലാവരോടും ക്ഷമിക്കണം. ഓക്കെ, എല്ലാവരോടും ക്ഷമിക്കണം. എൻ്റെ ദൈവമേ, കർത്തൃമേശ എടുത്തില്ലെങ്കിൽ മോശമല്ലേ? ആൾക്കാരെന്ത് വിചാരിക്കും? ഇവൻ എന്തോ പാപം ചെയ്തിട്ട് വന്നേക്കോന്ന് വിചാരിക്കുമല്ലോ. എന്തെങ്കിലും ആട്ടെ, പോയി രമ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ ഒരാൾ പോയി രമ്യപ്പെടുന്നു വെച്ചോ. ഇത് എന്ത് പ്രവൃത്തി? ആത്മാവിന്റെ പ്രവൃത്തിയാണോ അതോ ജഡത്തിന്റെ പ്രവൃത്തിയാണോ? ജഡത്തിന്റെ പ്രവൃത്തി. ഈ ജഡത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവന്റെ മനസ്സെന്തായിരിക്കും പറയുന്നത്? എന്നാൽ അവൻ അത്രയും നിന്നെ ദ്രോഹിച്ചിട്ട് നീ ചെന്ന് സോറി പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് സ്വയം എന്ത് തോന്നും? ഞാൻ കൊള്ളാമെന്ന് തോന്നും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പ്രവൃത്തികളാലുള്ള നീതിയുടെ പ്രോബ്ലം. അതിന്റെ ഈ സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് ആ നീതി കാണിക്കാൻ പറ്റത്തില്ല. മക്കളെ സഹായിച്ചാൽ പോലും. ഞാൻ പറഞ്ഞു വന്നത്, അത് പുറമെ നമുക്ക് ഒരു തലവേദന വന്നു, നോ പ്രോബ്ലം, നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ തലയ്ക്കകത്ത് ട്യൂമറാന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് അയ്യോ ഫാദറെ പ്രാർത്ഥിക്കണേ, അയ്യോ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ എന്നുള്ള തലത്തിലോട്ട് വരുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? എനിക്കറിയത്തില്ല, നിങ്ങളൊന്നും മിണ്ടാത്തതുകൊണ്ടും ചിരിക്കാത്തതുകൊണ്ടും തല അനക്കാത്തതുകൊണ്ടും നിങ്ങൾ ഓക്കെ, കൈ പൊക്കിയാലും മതി, കൈ പൊക്കുവോ എന്തെങ്കിലും ഒരു ജെസ്ചർ തന്നാ എനിക്ക്. ഓക്കെ, അപ്പോ നിസ്സഹായാവസ്ഥ വരണം. പാപത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ചായാലും നമ്മൾ പ്രാർത്ഥിക്കണേ എന്ന് പറയണമെങ്കിൽ നിസ്സഹായാവസ്ഥ വരണം. അതുപോലെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഞാൻ നിസ്സഹായനായി കാണപ്പെട്ടാൽ മാത്രമേ രക്ഷകന്റെ സഹായം ഞാൻ ചോദിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ തന്നെ നന്നാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എക്സാമ്പിൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. ഉദാഹരണത്തിന് കാപ്പി കുടിക്കുന്ന കാര്യം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ എന്നെ തല്ലിയത് ഒരൊറ്റ വിഷയമുള്ളൂ, ഒരിക്കൽ മാത്രം. അത് ചായ കുടിക്കാത്ത. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൈപ്പേറിയ അനുഭവം എന്ന് പറയുന്നത് രാവിലെ പല്ല് തേച്ചിട്ട് ചായ കുടിക്കുക എന്ന് പറയുന്നതാണ്. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. ഈ ചായയുടെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ചായ, കാപ്പി, പാല് ഒന്നും. പിന്നെ വല്ല തൊണ്ടവേദനയോ മഴയൊക്കെ ആണെങ്കിൽ ഇത്തിരി ചൂട് ചെല്ലട്ടെ എന്ന് വിചാരിച്ച് ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ എൻ്റെ അപ്പനൊരു നിർബന്ധമുണ്ട്, രാവിലെ ഒരു കപ്പ് കാപ്പി ചായ കുടിച്ചിരിക്കണം. അപ്പൊ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരൊറ്റ വലിക്ക കുടിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ എഴുതി വെക്കും, രാവിലെ എഴുന്നേറ്റാ ചെയ്യേണ്ട ദുഷ്പ്രവൃത്തി അല്ലല്ലോ, എന്താ പറഞ്ഞത്, ഒരു കഷ്ടപ്പെട്ട പ്രവൃത്തി. പല്ല് തേക്കുന്ന കഷ്ടപ്പാടാണ്, അതിലും കഷ്ടപ്പാടാണ് അത് കഴിഞ്ഞിട്ട് ഈ ചായ കുടി. ഒരു ദിവസം ഞാൻ ചായ കുടിക്കാൻ മറന്നുപോയി. എനിക്കിത് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സ്കൂളിൽ പോകാൻ റെഡിയായി വരുമ്പോഴാണ് അപ്പം കണ്ടുപിടിക്കുന്നത് മേശപ്പുറത്ത് ചായ ഗ്ലാസ് തണുത്ത് ഉറഞ്ഞിരിക്കുന്നു. ഞാൻ എടുത്തുകൊണ്ട് വന്നാ കുടിക്കാൻ. ഒരു വടിയെടുത്ത് പടാന്ന് അടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ അനുസരിക്കുന്ന ഒരു അനുസരണവും ചായ ഇഷ്ടമായിട്ട് കോരി കുടിക്കുന്ന ഒരു അനുസരണമുണ്ട്. രണ്ട് അനുസരണങ്ങളുണ്ടല്ലേ.
ഇതിലേതാ ശരിക്കുള്ള അനുസരണം? നിങ്ങൾക്കൊരു കാര്യം അറിയോ? 15-ാം വയസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കോളേജ് പഠിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല രാവിലെ. അപ്പൊ അനുസരണം എന്ന് പറയുന്നത് അപ്പനെ പേടിച്ച് മാത്രമായിരുന്നു. ഈ പ്രവൃത്തി ചെയ്യുമ്പം എന്നിലൊരു വിശുദ്ധി ഉണ്ടാകുന്നില്ല, എൻ്റെ സ്വഭാവം മാറുന്നില്ല. അതുപോലെയാണ് നമ്മൾ ഇന്ന് കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ആന്തരികമായ മാറ്റമില്ലാതെ എന്തനുസരിച്ചാലും ഇതെല്ലാം നമ്മുടെ സ്വയനീതി വർദ്ധിപ്പിക്കുകയല്ലാതെ നമ്മളെ വിശുദ്ധരാക്കാൻ ഇതിനൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഹ്യൂമൻ വർക്ക്സ് നമ്മളെ സ്വയനീതിക്കാരും മറ്റുള്ളവരെ വിധിക്കുന്നവരാക്കി മാറ്റും. ഇത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അവിടെ എന്ത് സംഭവിക്കണം? നമ്മൾ പൊളിഞ്ഞു പോകണം. നമ്മൾ പൊളിഞ്ഞു പോയി കഴിയുമ്പം നമ്മുടെ നീതി ഇല്ലാന്ന് മനസ്സിലാകുമ്പോൾ, ഇതും കൊണ്ട് നമുക്കിത് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ കർത്താവിന്റെ ചോദിക്കുക, എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണേ എന്ന് പറയും. അതാണ് ചുങ്കക്കാരൻ ചെയ്തത്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരും ലജ്ജിച്ചു പോവില്ല. ഇത്രയും മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഇനി റോമാലേഖനം 9:30 മുതൽ 10:10 വരെ വായിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ വായിപ്പിച്ചാണ്. ഓർമ്മയുണ്ടാകുമായിരിക്കും. ഒരു 2 വർഷം മുതൽ കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മളിത് വിശദമായിട്ട് വായിച്ചാ. ഓക്കെ, അത് ഇടയ്ക്കൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാട്ടോ. കാരണം ഈ റോമാലേഖനോ എബ്രായ ലേഖനോ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അവിടെ പത്യോപദേശം, അപ്പോസ്തലിക ഉപദേശം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് വായിക്കണം. ഓക്കെ, അപ്പോ 9-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിച്ചു. 9-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. ആകയാൽ നാം എന്തു പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. വായിച്ചോ, അത് അങ്ങ് വായിച്ചോ. നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഓക്കെ, ഇനി ഞാൻ ഈ വാക്യം ഒന്ന് വിശദീകരിക്കാൻ പോണേ. ഞാൻ യഹൂദനാന്ന് വിചാരിച്ചു, പാസ്റ്റർ ഒരു യവനനാണെന്ന് വിചാരിച്ചു കുറച്ചു നേരത്തേക്ക്, ഒരു 15 മിനിറ്റ്. അപ്പൊ ഞാൻ യഹൂദനായതുകൊണ്ട് പ്രവൃത്തിയായൊരു നീതി ഞാൻ അന്വേഷിച്ചിരിക്കും. യഹൂദന്റെ സ്വഭാവമാണ് പ്രവർത്തിച്ചാണ് നീതിമാനാകുന്നത്. അപ്പൊ ഞാൻ എന്ത് പ്രവർത്തിക്കും? എനിക്ക് നീതിമാനാകണം. നിങ്ങൾ പറ, എന്ത് പ്രവർത്തിക്കും? ഞാൻ നോക്കിയിട്ട് കർത്താവായ യേശുമിശിഹ പറഞ്ഞ കൽപ്പനകളൊക്കെ അനുസരിക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വന്തം നീതി സ്ഥാപിക്കുകയാണ്. പറയട്ടെ, 1, രോഗമുണ്ടായാലും ആശുപത്രി പോകാൻ പാടില്ല. ദൈവം സൗഖ്യം തരുന്നവനെ കാത്തിരിക്കണം. ബൈബിളിലുണ്ടോ അങ്ങനെ? യെസ് ഓർ നോ? ഇല്ല. അപ്പൊ എനിക്ക് പക്ഷെ നീതിമാനാകാൻ വേണ്ടി ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചു. അതുപോലെ കുറേ നിയമങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അതനുസരിച്ച് ഞാൻ നീതിമാനായി. അപ്പോ ആശുപത്രി പോകാൻ തീരുമാനിച്ചു. അപ്പൊ ആ നീതി എന്ന് പറയുന്ന ഒരു 5 കിലോ ഒരു ഭാരം പോലെയാണ് എനിക്ക്. ഓക്കെ, പിന്നെ ഞാൻ കളറുള്ള ഡ്രസ്സെല്ലാം മാറ്റി വെള്ള വസ്ത്രമാക്കി. അപ്പൊ 5 × 2 7 കിലോ ആയി. പിന്നെ ഞാൻ ഷേവ് ചെയ്തു. എനിക്ക് ഈ മീശ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കർത്താവിന് വേണ്ടി ഞാൻ ആ മീശ കളഞ്ഞു. അപ്പം 7 കിലോ എന്തായി മാറി? 10 കിലോ ആയി മാറി. പിന്നെ ആഭരണം എന്ന് പറയുന്നത് എന്താ പറയുക, എനിക്ക് ജീവനായിരുന്നു. പക്ഷെ കർത്താവിന് വേണ്ടി ഞാൻ അതും കളഞ്ഞു. അപ്പൊ 10 20 കിലോ ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട് വെയിറ്റ്. നീതിയുടെ വെയിറ്റ് ആട്ടോ. അപ്പൊ പാസ്റ്റർ യവനനായതുകൊണ്ട് ഒരു വെയിറ്റും എടുക്കുന്നില്ല. മീശയും അടിക്കുന്നില്ല, വെള്ളയും ധരിക്കുന്നില്ല, ആഭരണം ഇട്ടു.
അപ്പൊ ഞാനിവിടെ നിന്നിട്ട് പറയാം, കണ്ടില്ലേ അവരൊക്കെ നടക്കുന്ന എന്തോ സ്റ്റൈലായിട്ട്, കർത്താവ് വരുമ്പോൾ ചോദിച്ചോളൂ, ഇവരൊക്കെ ഇവിടെ നശിക്കാൻ എങ്ങനെ പറഞ്ഞോണ്ടാ ഈ ഞാൻ പരീക്ഷ നടക്കുന്നത്. നിങ്ങൾ അങ്ങനെ അല്ലായിരിക്കും, അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെയോ? അപ്പൊ ഇങ്ങനെ ഞാൻ 25 കിലോ എടുക്കുന്നതിന്റെ ഗമയിൽ നടക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. അപ്പൊ 1 കിലോ പോലും എടുക്കാത്ത പാസ്റ്റർ അടുത്തേക്ക് കർത്താവ് പോകണോ, അതോ 25 കിലോ മുക്കി ചുവന്നുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്തേക്ക് വരണം? കർത്താവിന് കരുണ ഇത്തിരിയെങ്കിലും ഉണ്ട്, ആരുടെ അടുത്ത് വരണം? എന്റെ അടുത്ത് വരാവുള്ളൂ അല്ലേ? പക്ഷെ കർത്താവ് എന്റെ അടുത്ത് വന്നില്ല. കർത്താവ് അവന്റെ സുവിശേഷം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് 500 കിലോ ആയിരുന്നു. 25 കിലോക്കാരനായി മറ്റുള്ളവരെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ 500 കിലോയുടെ മുമ്പിൽ സ്തബ്ധനായി നിന്നു. 500 കിലോ കണ്ട ഉടനെ യവനൻ പാസ്റ്റർ നിലവിളിച്ചു, എന്റെ കർത്താവേ എന്നോട് കരുണ തോന്നണേ, എനിക്കിത് പറ്റത്തില്ലേ, ഈ 500 കിലോ ഞാൻ എങ്ങനെ എടുക്കൂ? അവൻ രക്ഷപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അവന് പകരക്കാരനായി 500 കിലോ കർത്താവ് എടുത്തു ഇവന് വേണ്ടി. ഞാൻ 25 കിലോയുടെ വെയിറ്റ് എടുത്തിട്ട് മറ്റുള്ളവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, നീയൊക്കെ സ്വർഗത്തിൽ പോവാടാ, നീ ഇങ്ങനെ നടന്നോ? സംജ അങ്ങനെ പ്രവൃത്തികളെ അന്വേഷിക്കുന്നവരല്ല എന്ത് ചെയ്യുന്ന 10ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവരവരുടെ നീതി സ്ഥാപിക്കും. ദൈവത്തിന്റെ നീതിയിലേക്ക് അവർ വരികയേയില്ല. അവന്റെ പ്രവൃത്തി കൊണ്ടുള്ള നീതിക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിങ്ങളത് എങ്ങനെ ചിന്തിക്കുന്നെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഈ മുഖം. അപ്പൊ പ്രവൃത്തി കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിന്റെ നിലവാരത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ പ്രവൃത്തികൾ എപ്പോഴും ലിമിറ്റഡ് ആവാനുള്ള കാരണം ഇവന്റെ സ്വഭാവം. അപ്പൊ മനുഷ്യനൊരു പാപ സ്വഭാവം, ഒരു പാപ പ്രകൃതി ഉള്ളതുകൊണ്ട് ഇവൻ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ യോഗ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആ ലിമിറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമേ, ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ഈ കോണ്ടെക്സ്റ്റിൽ പ്രയോജനപ്പെടുന്നതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ഇപ്പോ ഈ സമയത്ത് 10:50 ഇന്ത്യൻ ടൈം 10:50. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, കർത്താവ് ഇന്ന് രാത്രി വന്ന നിങ്ങൾ സ്വർഗത്തിൽ പോകുവോ? അപ്പൊ നിങ്ങൾ ചിലര് നേരത്തെ പ്രസംഗം കേട്ടിട്ടുണ്ട്, പ്രത്യാശ ഉള്ളതുകൊണ്ട് പറയും, ഞങ്ങളാലല്ല കർത്താവിനാൽ ഞങ്ങൾ പോകുന്നൊക്കെ പറയാമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ അറിയാൻ വയ്യാത്ത ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് സ്വർഗത്തിൽ പോകുമോ കർത്താവ് വന്ന്? അവർ പറയും, അറിയത്തില്ല പാസ്റ്ററെ, അറിയത്തില്ല, ദൈവം തോന്നിപ്പിച്ചാൽ പോകും, അങ്ങനെ പറയുള്ളൂ. ഉറപ്പില്ലാത്തവർ അങ്ങനെ പറയും. ഓക്കെ, രക്ഷയുടെ ഉറപ്പില്ല, കാരണം പ്രാപിച്ചിട്ടില്ല, കാരണം കിട്ടുമോ നോക്കിക്കൊണ്ട് പോവാ. ഓക്കെ, അപ്പൊ പാസ്റ്റർ പറയാ, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. ഉടൻ പാസ്റ്ററോട് ചോദ്യം, പാസ്റ്ററെ നിങ്ങൾ സ്വർഗത്തിൽ പോകും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോകും. തീർന്നു, കഥ തീർന്നു, കഥ സമാപ്തം. ഇനി അപ്പുറത്തിരിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? എന്നെ പോലെ ആയാൽ മതി, ഞാൻ പോവുമല്ലോ. ഇവിടെ 44 ക്യാമറകളുണ്ട്. ഈ ക്യാമറകളെല്ലാം നോക്കിയിട്ട് ഞാൻ പറയാണ്, ക്യാമറകളില്ല കേട്ടോ, 44 സൂം ഉണ്ട്, ക്യാമറ കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ 44 സൂമിന്റെ ഞാൻ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. അപ്പൊ നല്ല പ്രസംഗം, അതിന് വിശുദ്ധിയുടെ പ്രസംഗമായിട്ടാണ് നമ്മൾ അതിനെടുത്തേക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നില്ല പാസ്റ്ററെ. ഈ ചേസ് പാസ്റ്റർ വന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ വിത്ത് ഓൾ വൈബ്രേഷൻസ് നിങ്ങൾ നരകത്തിൽ പോയിരിക്കും. പക്ഷെ നിങ്ങൾ ബഹുമാനം കാരണം, വിനയം കാരണം തിരിച്ച് എന്നോട് ആ ചോദ്യം ചോദിച്ചില്ല. എന്നോട് ഇങ്ങനെ ചോദിക്കാം, പാസ്റ്റർ സ്വർഗത്തിൽ പോവോ? പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഓങ്കോളിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രത്യാശയുടെ ഉറപ്പിനെ കുറിച്ച് പറയുന്നത്, അത് ഉപദേശ രൂപമൊന്നുമല്ല, അതാണ് നമ്മുടെ ഫെയ്ത്ത്. നമ്മളെ വിളിച്ചേക്കുന്നത് തന്നെ ആ വിളി തേജസ്സിലേക്കുള്ള വിളി വെച്ചിട്ടാണ്.
ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വന്നു, മലയാളി. അപ്പൊ തെലുങ്കിലേക്ക് ട്രാൻസ്ലേഷൻ ആണ്. എൻ്റെ ഒരു സുഹൃത്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിൽ പോകും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ആൻറ്റി മാത്രം കൈപൊക്കി. ആൻറ്റി ഇപ്പം മരിച്ചു പോയി കേട്ടോ, സ്വർഗത്തിലോട്ട് പോയി. ആൻറ്റി മാത്രം കൈപൊക്കി. അന്നേരം ഈ പുള്ളി ആൻറ്റിയെ നോക്കി ചിരിച്ചിട്ട് പറയാം, നിങ്ങൾ എന്ത് ഗമയായി പറയുന്നത്, ഞാൻ പോകുമെന്ന് എനിക്കൊരു ഉറപ്പില്ലെന്ന്. പ്രസംഗിക്കുന്ന ആളാ. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് പറഞ്ഞു, ഇയാൾക്ക് പോകുമോ എന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇയാൾ സ്വർഗത്തിൽ പോകുന്ന ഇയാൾക്ക് തന്നെ അറിയത്തില്ല എന്നാണ് ട്രാൻസ്ലേറ്റർ പറഞ്ഞത്. അപ്പൊ സ്വന്തം പ്രവൃത്തികളിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിനൊരു വലിയ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ പുള്ളി പറയാന്ന് വിചാരിച്ചോ, ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളാരും പോകില്ല. ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ട് ഈ ഏരിയയിൽ. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും മാത്രം സ്വർഗത്തിൽ പോകും, നിങ്ങളാരും പോകത്തില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി. അപ്പൊ നിങ്ങളുടെ ക്രിസ്തു ഏതാ? നിങ്ങൾ അനുഗമിക്കുന്ന പാറ ഏതാ? എത്ര എളുപ്പമല്ലേ ചേസ് പാസ്റ്ററെ പോലെ ആയ സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ. എന്നെ പോലായ നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് എൻ്റെ പടിവാതിൽ പോലും കാണുക. കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന കുശുമ്പ് അടക്കാനുള്ള വഴി എനിക്ക് അറിയാൻ മേല. അപ്പൊ പിന്നെ ഞാൻ കർത്താവിനെ നോക്കി ഞാൻ രക്ഷപ്പെട്ട പോലെ നിങ്ങൾ ആരെ നോക്കി രക്ഷപ്പെടേണ്ടി വരും? ഈ കർത്താവിനെ നോക്കി രക്ഷപ്പെടേണ്ടി വരും. ഞാൻ കർത്താവിനെ നോക്കിയത് എൻ്റെ കോൺഫിഡൻസ്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരും നശിച്ചു പോകില്ല എന്നുള്ള എൻ്റെ കോൺഫിഡൻസ്. അതല്ലാതെ ചേസിനെ പോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോകാനാണോ യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് എൻ്റെ പ്രവൃത്തി വെച്ച് അങ്ങോട്ടേ പോവുള്ളൂ. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ചിന്തിക്കണേ. പ്രവൃത്തി അധിഷ്ഠിതമായ ഒരു നീതി പ്രമാണം വെച്ചാൽ നല്ലതാണ് കേട്ടോ, ഈ ലോകത്തിൽ അത് വേണം, നല്ലതാണ്. പക്ഷെ സ്വർഗവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് ദുരുപദേശമായിട്ട് മാറും. കാരണം ഈ ലോകത്ത് സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകുന്നവരുന്നുണ്ടെങ്കിൽ പിന്നെ കർത്താവായ യേശുമിശിഹായുടെ ആവശ്യം അവനില്ല. ഈ ഉപദേശത്തിന്റെ 10-1 മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ബുധനാഴ്ച വീണ്ടും ഈ കൺഫ്യൂഷൻ പരിഹരിക്കാൻ മടങ്ങി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ ബോട്ടിലിനൊക്കെ എന്താ നമ്മൾ പറയുന്നത്? അതായത് പ്രവൃത്തികളാൽ അന്വേഷിക്കുന്നവരെല്ലാം ഇടറിപ്പോവും. ഇന്ന് ഒരാള് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നമ്മൾ അധ്വാനിക്കണം, അതാണ് നമ്മുടെ രക്ഷ. അപ്പൊ ഈ സുഹൃത്ത് ചോദിച്ചു, അപ്പൊ ക്രെഡിറ്റ് ആരുടെ? നമ്മുടെ. അപ്പൊ പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി പറഞ്ഞു തെറ്റിപ്പോയല്ലോ എന്ന്. ഉടനെ ക്രെഡിറ്റ് പുള്ളി സ്വർഗത്തിൽ കർത്താവിനാന്ന് പറഞ്ഞു. അധ്വാനിക്കുന്ന ആരാ? നമ്മൾ. അപ്പൊ നിങ്ങൾ ചോദിക്കൂ ചോദ്യം, അപ്പൊ നമ്മൾ അധ്വാനിക്കേണ്ടെന്നാണോ പാസ്റ്ററെ പറയുന്നതെന്ന്? 100% നമ്മൾ അധ്വാനിക്കണം. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ? ഈ അധ്വാനം ഭയപ്പെട്ടിട്ടല്ല, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന സ്വഭാവത്തിൽ നിന്നാണ്. ഞാൻ നേരത്തെ ചായ കുടിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ചായ എന്തിനാ കുടിക്കുന്നറിയോ? സ്വഭാവത്തിൽ നിന്നാണ്. അതാണ് പുതിയ നിയമം. പുതിയ നിയമം ഹൃദയങ്ങളിൽ കർത്താവിന്റെ പ്രമാണം എഴുതുന്ന, പഴയ ഹൃദയത്തിന് പരിച്ഛേദന വരുത്തുന്ന, നമുക്കൊരു പുതിയ സ്വഭാവം തരുന്നതാണ്. ക്രിസ്തുവിന്റെ സ്വഭാവമാണ് ആത്മാവ് നമ്മളിലേക്ക് പകരുന്നത്. ആ സ്വഭാവം അനുസരിക്കാതിരിക്കത്തില്ല, അനുസരിച്ചേ പറ്റൂ. ക്രിസ്തുവാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ അത് അനുസരണമായി മാറിക്കൊണ്ടിരിക്കുക ഫെയ്ത്ത്. ഇവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം ആന്തരികമായ ഒബീഡിയൻസ്. ഇനി ഞാൻ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. കഴിഞ്ഞ വെനസ്ഡേ പറഞ്ഞു കാണുമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കുന്ന എന്നെ കർത്താവ് ഇങ്ങനെ അനുദിനം നടത്തുന്ന നടത്തിപ്പിന്റെ ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ചെന്നപ്പം ആള് നല്ലപോലെ നമ്മളെ സൽക്കരിച്ചു, നല്ല ഫുഡൊക്കെ തിന്നു, കേക്ക്, ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കി തന്നു. ഒരു ഗൾഫിൽ വരുമ്പോൾ ഉള്ള വലിയൊരു പ്രതിസന്ധി അത്. ഗസ്റ്റായിട്ട് പോയി അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കഴിച്ച് 120 കിലോ ആയിരുന്നു. ഓക്കെ, അപ്പം അപ്പം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല. ഞങ്ങൾ 2 വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു പറയാം, അയാൾ നമ്മൾ വരുന്നറിഞ്ഞിട്ട് ഒരു ചായ പോലും തന്നില്ല. മറ്റേ ആൾ എന്തുമാത്രം നമ്മൾ സൽക്കരിച്ചില്ല. ആരെ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത്? പ്രവൃത്തി നോക്കിയാൽ ആദ്യത്തെ ആളാ.
പക്ഷെ അയാൾ ഈ പാസ്റ്റർ ഒരു തീറ്റ തിന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വിളമ്പിയത്. നമ്മൾ അറിയുന്നില്ല. മറ്റേ പുള്ളി പാവം, എൻ്റെ ദൈവമേ, ഇവിടെ ഒരു പാലും ഇല്ല, പഞ്ചസാരയും ഇല്ല, ആരും വെളിയിൽ പോകാനും പറ്റാത്ത അവസ്ഥയൊക്കെ ഒന്നും ഇല്ലാതായി പോയല്ലോ, കർത്താവേ ഈ പാസ്റ്റർ ഇനി ഒരിക്കൽ കൂടി വരുമ്പോൾ നല്ലപോലെ ആഹാരം കൊടുക്കാൻ കഴിയണേന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പാവം പച്ചവെള്ളം തന്നത്. ഏതാ ദൈവത്തിന് മുമ്പിൽ സൽപ്രവൃത്തി? പ്രവൃത്തി നോക്കിയാൽ ആദ്യത്തവനാ സ്വർഗത്തിൽ പോണ്ടത്. അവനുണ്ടാക്കിയ ബിരിയാണി, അവൻ കഷ്ടപ്പെട്ട് വെച്ച ചിക്കൻ, എഫേർട്ടോ അല്ലേ? ഏകദേശം പിടികിട്ടില്ലേ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പൊ ശരിക്കും വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രവൃത്തികൾ ചെയ്യുന്നതല്ല, നമ്മുടെ ഹൃദയം മാറിപ്പോകുന്നതാണ്. ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്നേഹമാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു നയ പൈസ കാണുകയില്ല, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും, ചിലപ്പോൾ നമ്മൾ കട്ടിലെ കിടന്ന കിടപ്പായിരിക്കും, തളർന്നു പോയി കാണും, ഒരു പ്രവൃത്തി അല്ലെ ക്രൂശിൽ അടിച്ചിട്ടിരിക്കുമായിരിക്കും യേശുവിൻ്റെ അടുത്ത്, ഒന്നും ചെയ്യാനില്ലായിരിക്കും. പക്ഷെ ഹൃദയമാണ് പുതിയ നിയമത്തിന്റെ പ്രധാന കാര്യം. ഹൃദയത്തിനകത്ത് ഉളവാകുന്ന സ്നേഹമാണ് അനുസരണത്തിന് ആധാരം. ഈ പഴയ നിയമത്തിൽ എല്ലാവർക്കും ഹൃദയം ദൈവം കാണുന്ന പേടിയായിരുന്നു. കർത്താവ് നീ ഹൃദയങ്ങളെ പരിശോധിച്ചാൽ ആകെ പുലിവാലാന്ന് പല പ്രാവശ്യം സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ പ്രവൃത്തി വ്യഭിചാരം ചെയ്യുന്നില്ല, ഓക്കെ, ഹൃദയത്തിൽ വിചാരം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് കണക്ക് കൂട്ടുന്നില്ല, ഇപ്പൊ വ്യഭിചാരിയായിട്ട് അവനെ എണ്ണുന്നില്ല, കൊല ചെയ്യുന്നില്ല, ഉള്ളിൽ ഭയങ്കര വൈരാഗ്യമുണ്ട്. ഇങ്ങനൊരു പ്രമാണം ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ കൊന്നേനെ. ഹൃദയം നന്നായിട്ടില്ല, ഹൃദയത്തിലേക്ക് ദൈവം നോക്കിയാൽ ഇവൻ കൊലപാതകി തന്നെയാണ്. പക്ഷെ പ്രവൃത്തികൾ മാത്രം നോക്കുന്നു, അങ്ങനെ പഴയ നിയമം. അപ്പം അവരുടെ എല്ലാവരുടെ ആശ്വാസം എന്താ? കർത്താവെ നീ ഹൃദയത്തിലോട്ട് നോക്കുന്നില്ലാത്തത് ഭാഗ്യം. എന്നാ പുതിയ നിയമത്തിൽ നേരെ തിരിച്ചാ, ഹൃദയത്തിലേക്ക് ദൈവം നോക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ആശ്വാസം. എൻ്റെ പ്രവൃത്തികളൊന്നും ക്രിസ്തുവിനെ പോലെ പെർഫെക്റ്റ് ആകുന്നില്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ നാളെ എന്നെ അങ്ങനെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കർത്താവാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്നും ഞാൻ അങ്ങനെ ആകുമെന്നും അങ്ങനെ അവൻ്റെ സന്നിധി നിൽക്കുമെന്നും അത് ദൈവത്താൽ അത് സാധ്യമെന്നും മനുഷ്യരാൽ അസാധ്യമായാലും എന്നെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് പറ്റുമെന്നും ഓക്കെ എൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കുന്ന ആ ഒരു ഫെയ്ത്താണ് നമ്മളെ പ്രവൃത്തിയിലേക്ക്, സൽപ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all.